ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതുത്തൻ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവു ആ സിസ്റ്ററുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് രേവതിയുടെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. രേവതി ഇത് കേട്ടതും ആകെ കിളി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേവു ചോദിക്കും, അവരെപ്പോഴായിരിക്കും ഇതിനു മുൻപേ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവുക എന്നൊക്കെ. അപ്പോഴൊന്നും നമ്മുടെ രേവതി കമാന്നൊരക്ഷരം മിണ്ടാതെ സ്റ്റക്കായി നിൽക്കുക കേട്ടോ. ഇത് കാണുന്ന ദേവു ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദേവു എനിക്കിതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല, സത്യമാണ് ചേച്ചി, അവരെ കണ്ടാൽ തന്നെ അറിയില്ല അവർ ഫ്രോഡാണെന്ന്. ഇത്രയും കാലം ശ്രുതിച്ചേട്ടനെയും അവരുടെ കുടുംബത്തിനെയും ശ്രുതി ചേച്ചി ചതിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം വണ്ടി എടുത്ത് പോവുകയാണ് വീട്ടിലേക്ക്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചിക്ക് ഒരു ട്രിപ്പ് ഉണ്ടാവും. ഒരു പ്രസവ കേസാണെന്ന് തോന്നുന്നു. ഇത് രണ്ടാമത്തെ കുഞ്ഞല്ലേ സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതി ചോദിക്കും, പ്രസവോ രണ്ടാമത്തെ കുഞ്ഞോ? അപ്പോൾ ഇതിനു മുൻപേ മറ്റൊരു കുഞ്ഞുണ്ട് എന്നല്ലേ അതിനർത്ഥം എന്നൊക്കെ ഒറ്റയ്ക്കിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കും, അല്ല നിനക്കിതെന്താ പറ്റിയേ? എൻ്റെ പകരം നീ വല്ല ബാറിലും കയറിയാ? എന്നിട്ട് എത്രണ്ണ അടിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴൊക്കെ സുതിയല്ല സച്ചി ചോദിച്ചതിനുള്ള ഉത്തരവൊന്നല്ല കേട്ടോ രേവതി കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് നേരെ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ചന്ദ്ര നിൽപ്പുണ്ടാവും. അപ്പോൾ രേവതി ആണെങ്കിൽ അതൊന്നും കാണുന്നില്ല. അപ്പോൾ എടി രേവതി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയെ കണ്ടപ്പോൾ തന്നെ രേവതി ചോദിക്കുക, അല്ല അമ്മ അതെപ്പോൾ വന്നു? നീ ഈ ലോകത്തൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയണേ. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ കിച്ചണിലോട്ട് പോയി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ വർഷ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് കാര്യമെന്ന്. നമ്മുടെ രേവതിയല്ലേ ശ്രുതിയുടെ കാര്യം അങ്ങ് പറഞ്ഞു പോവും. അത് കേട്ടത് നമ്മുടെ വർഷയ്ക്കാകെ ഷോക്കായി പോവാണ്. എന്നിട്ട് നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. അത് സച്ചി അറിയുന്നു, രവി അറിയുന്നു, പിന്നെ നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് ഇതിനു മുൻപേ വേറൊരു കുഞ്ഞുണ്ട് എന്നല്ല അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അവൻ പറഞ്ഞതെന്ന് പറയണേ രവിട്ടോ. എന്നാൽ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോഴേക്കും ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രുതി വന്നിട്ട് തടയുന്നൊക്കെ ഉണ്ട്. മാറടാ അങ്ങോട്ട്, എടി ശ്രുതി നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അത് ഞാൻ അങ്ങോട്ട് കയറി വരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും അറിയുന്നില്ലല്ലോ, നേരെ കൂളായിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ്. എടി നിന്റെ ഈ കല്യാണം രണ്ടാമത്തെ കല്യാണമാണോ? നിനക്ക് ഇതിന് മുൻപേ ഒരു കുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കാര്യത്തെ പിന്നെ പറയണ്ടല്ലോ, ആകെ പെട്ടു പോവുകയാണ്. അപ്പോൾ പ്രമോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ?